പാലായിൽ വെള്ളപ്പൊക്കത്തിൽ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടതോടെ നഗരസഭയുടെയും റവന്യൂ അധികാരികളുടെയും നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. 20ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത്. നഗരത്തിന്റെയും സമീപപ്രദേശങ്ങളിലെയും വെള്ളം കയറി ഒറ്റപ്പെട്ട വീടുകളിൽ താമസിച്ചിരുന്നവരാണ് ക്യാമ്പിലുള്ളത്. ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും വൈദ്യപരിശീലന സംവിധാനങ്ങളും ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പിൽ എത്തുന്നവർക്കായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതായി നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുലും കൗൺസിലർമാരും പറഞ്ഞു. പ്രളയമാണിത്. ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. ഇന്നലെ വൈകുന്നേരം വരെ നമ്മളിത് വിചാരിച്ചു പോലും ഇല്ല. പ്രളയത്തിൽ 2 പേര് മരിക്കുകയുണ്ടായി, 2 ജീവൻ പൊലിയുകയുണ്ടായി. അവരുടെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഗവൺമെൻറ് ആശുപത്രിയിലാണ് നടത്തുന്നത്. ബാക്കിയുള്ള ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഈ പ്രളയബാധിതരായിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും നമ്മളിവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇനിയും ഒരു 2 കുടുംബങ്ങളൂടെ വരാനുണ്ട്. ഇവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അതുമാതിരി തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി 24 മണിക്കൂറും പ്രവർത്തന സജ്ജരായിട്ടുണ്ട്. എന്ത് കെടുതിയും നേരിടാനുള്ള എല്ലാ സജ്ജനങ്ങളും അവിടെ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വാർഡിലെ ഇവര്? ഒരു 3-ാം വാർഡിൽ. ഇനിയിപ്പം ചെത്തിമറ്റ ഭാഗത്തുനിന്ന് 2 പേര് വരും. 12-ാം വാർഡിൽ നിന്ന് 2 പേര് വരും. മൊത്തം എത്ര പേര് വരും? മൊത്തം ഒരു 10-12 പേര് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് 10 പേരുണ്ട്. 3-ാം വാർഡിൽ 3 കുടുംബം വരാനുണ്ട്. 12-ാം വാർഡിൽ 10-25 പേര് എന്തായാലും നമ്മളിവിടെ താമസിപ്പിക്കാമെന്നാണ്. ഫുഡിൻ്റെ എല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. അതുമാതിരി ഇപ്പോൾ ഒരു റെസ്ക്യൂ പ്രവർത്തനം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അമ്മയും കൊച്ചും തനിയെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പം അവർ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് ഇവിടെ കൊണ്ടുവരാമെന്നുള്ള